Hi everyone. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ലാപ്ലേസസ് ഇക്വേഷൻ ഇൻ 1, 2 and 3 ഡയമെൻഷൻസ് അതാണ് നമ്മൾ കണ്ടിരുന്നത്. അതിൻ്റെ സൊല്യൂഷൻ, ആ സൊല്യൂഷനുകളുടെ രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആവറേജിങ് പ്രോപ്പർട്ടിയും പിന്നെ അതിൻ്റെ എക്സ്ട്രീമം വാല്യൂസ് അറ്റ് ദ ബൗണ്ടറി. അങ്ങനെ രണ്ട് എക്സ്ട്രീമം വാല്യൂസ് ബൗണ്ടറിയിലാണ് ഉണ്ടാവുക. അങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കി ലാപ്ലേസസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വിത്ത് സ്യൂട്ടബിൾ ബൗണ്ടറി കണ്ടീഷൻസ്. ലാപ്ലേസസ് ഇക്വേഷൻ is del square v is equal to 0 with some suitable boundary conditions we can find out the potential, we can find out the solution എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പോൾ ലാപ്ലേസസ് ഇക്വേഷൻ del square v is equal to 0 with appropriate boundary conditions can be solved to get the potential v. അപ്പോൾ അവിടെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഈ അപ്രോപ്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. ചില എല്ലാ ബൗണ്ടറീസും അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ 1 ഡയമെൻഷണൽ കേസിലാണെന്നുണ്ടെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് 1 ഡയമെൻഷണൽ കേസിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ 2 പോയിൻറ്റ്സിലെ വാല്യൂസ് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ 1 ഡയമെൻഷണൽ കേസിലാണെന്നുണ്ടെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. The boundary conditions can be chosen in different ways. First case എന്ന് പറയുന്നത് specify value of potential at 2 extremum points. 2 extremum pointsൽ അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യുക. അല്ലെങ്കിൽ specify the value of potential and its derivative. ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ ഡെറിവേറ്റീവ് at one end. ഒരു എക്സ്ട്രീമം എൻഡിൽ പൊട്ടൻഷ്യലും അതിൻ്റെ ഡെറിവേറ്റീവും പറയുക. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ at one end and ഡെറിവേറ്റീവ് at the other end. അപ്പോൾ നമുക്കതൊരു വെറുതെ ഒരു പടം പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്രോപ്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ഡയമെൻഷണൽ കേസിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 എൻഡിലും പൊട്ടൻഷ്യൽസ് ഡിഫൈൻ ചെയ്യാം. ഇനി അല്ലെങ്കിൽ വേറെ തരത്തിലെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു എൻഡിൽ പൊട്ടൻഷ്യലും അതിൻ്റെ ഡെറിവേറ്റീവും ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 എൻഡിലായിട്ട് ഒരു എൻഡിൽ പൊട്ടൻഷ്യലും മറ്റേ എൻഡിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, അതിൻ്റെ അല്ല, ആ എൻഡിൽ പോയിൻറ്റിൻ്റെ ഡെറിവേറ്റീവ്, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും സ്പെസിഫൈ ചെയ്യുക. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ എൻഡിൽ നേരത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു എൻഡിൽ ഒരു പൊട്ടൻഷ്യലും അതിൻ്റെ ഡെറിവേറ്റീവും ഡിഫൈൻ ചെയ്യുക. ഇതാണ് അപ്രോപ്രിയേറ്റ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇനി അപ്രോപ്രിയേറ്റ് അല്ലാത്ത ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു 1 ഡയമെൻഷണൽ കേസിൽ ഒരു എൻഡിൽ മാത്രം പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുക, അത് അപ്രോപ്രിയേറ്റ് അല്ല. അല്ലെങ്കിൽ ഒരു എൻഡിൽ മാത്രം, അപ്പോൾ ഇതോ അല്ലെങ്കിൽ ഇതോ പോലെ. ഇനി ഒരു എൻഡിൽ മാത്രം ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുക, ഇതോ പോലെ. അല്ലെങ്കിൽ 2 എൻഡിലും ഡെറിവേറ്റീവ് മാത്രം ഡിഫൈൻ ചെയ്യുക. ഇതൊന്നും എന്തല്ല, അപ്രോപ്രിയേറ്റ് അല്ല. ദേ ആർ നോട്ട് അപ്രോപ്രിയേറ്റ് ബൗണ്ടറി. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു 1 ഡയമെൻഷണൽ കേസിൽ സ്ട്രെയിറ്റ് ലൈൻ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 2 കോൺസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ 2 കോൺസ്റ്റൻസിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 ബൗണ്ടറി കണ്ടീഷൻസ് വേണം. അതുകൊണ്ടാണ് ഇവിടെ ഇതൊന്നും എന്താവാത്തത്, അപ്രോപ്രിയേറ്റ് ആവാത്തത്. അപ്പോൾ we have to specify the appropriate boundary conditions to get the solution of the Laplace's equation. അപ്പോൾ ഇതിപ്പോൾ 1 ഡയമെൻഷണൽ കേസിലാണ്. 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ കേസുകളിൽ വരുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ഈ ബൗണ്ടറി കണ്ടീഷനും സൊല്യൂഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അതായത് നമുക്ക് കൃത്യമായ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൃത്യമായ ബൗണ്ടറി കണ്ടീഷൻസ് വേണം. അപ്പോൾ ഈ സൊല്യൂഷൻസും ബൗണ്ടറി കണ്ടീഷനും തമ്മിലുള്ള ഒരു റിലേഷനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബന്ധത്തെ കാണിക്കുന്ന ഒരു തരം ഒരു തിയറമാണ് യുണീക്ക്നെസ് തിയറംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടെക്നിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് 2 യുണീക്ക്നെസ് തിയറം നമുക്കവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ഫസ്റ്റ് യുണീക്ക്നെസ് തിയറം, പിന്നെ സെക്കൻഡ് യുണീക്ക്നെസ് തിയറം, അങ്ങനെയാണ് അതിന് പേരിട്ടത്. അപ്പോൾ ഫസ്റ്റ് യുണീക്ക്നെസ് തിയറം അതിലേക്ക് പോകാം. ഫസ്റ്റ് യുണീക്ക്നെസ് തിയറം എന്നുള്ള പേരിൽ തന്നെ യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? 1 and only 1, ഒരേ ഒരു സൊല്യൂഷൻ, ഒരേ ഒരു വാല്യൂ മാത്രം, അതിനെയാണ് എന്ത് പറയുക? യുണീക്ക്നെസ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് യുണീക്ക്നെസ് തിയറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് പൊട്ടൻഷ്യൽ v is a specified function on all the boundaries of the region, then potential v of x, y, z calculated at any point by solving Laplace's equation gives a unique solution. അതായത് ഒരു റീജിയൻ ഉണ്ട്, അതിനൊരു ബൗണ്ടറി ഉണ്ട്.
ആ ബൗണ്ടറിയിൽ അതിൻ്റെ പൊട്ടൻഷ്യലി സ്പെസിഫൈഡ്, അതായത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് അതിൻ്റെ ബൗണ്ടറിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാപ്ലേസസ് ഇക്വേഷൻ ഉപയോഗിച്ച് ആ റീജിയൻ, നമ്മുടെ ബൗണ്ടറിയുള്ള ആ റീജിയനിൻ്റെ ഉള്ളിലെ ഏത് പോയിന്റിൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്താലും അത് യുണീക്കായിരിക്കും. ആ സൊല്യൂഷൻ വിൽ ബി യുണീക്ക്. മീൻസ് ദർ വിൽ ബി വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ. ആ പോയിന്റിൽ ഒരൊറ്റ പൊട്ടൻഷ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എന്ത് ഫസ്റ്റ് യൂണിക്നെസ് തിയറം. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു പൊട്ടൻഷ്യൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തിരിച്ച് നമുക്ക് പറയാം, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷനും വേണം. തിരിച്ചും പറയാം, യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു സ്പെസിഫൈഡ് ഫംഗ്ഷൻ ഓൺ ഓൾ ദ ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ബൗണ്ടറി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യുണീക്കായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുമെന്നും പറയാം, തിരിച്ചും പറയാം. പിന്നെ അതിൻ്റെ പ്രൂഫാണ് അടുത്തത്. അപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്താണ്, സ്പെസിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്യണത് ഇസ് ബൈ യൂസിങ് എ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് പറഞ്ഞിട്ട്, അതായത് നമുക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു റീജിയൻ കൺസിഡർ ചെയ്തു, അതിൻ്റെ ബൗണ്ടറിയാണ് ഈ സർക്കിള്. ആ വി ഈസ് സ്പെസിഫൈഡ് അറ്റ് ദ ബൗണ്ടറി ആൻഡ് നമുക്കിവിടെ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. V1 V2 എന്ന രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവും, ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദ ലാപ്ലേസസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, del square V1 is equal to 0, del square V2 is equal to 0 എന്ന് എഴുതാം, രണ്ടും അതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ. ഇനി നമുക്കറിയാം ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ V1 V2 രണ്ടും സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മേഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ അതൊക്കെ എന്തായിരിക്കും, സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, V is equal to V1 minus V2. V is equal to V1 minus V2 എന്ന് പറഞ്ഞൊരു ഡിഫൈൻ ചെയ്യുമ്പോൾ V എന്ന് പറയുന്നത് ലാപ്ലേസസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, del square V is equal to, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, V1 minus V2 എന്ന് വരും, ഇവിടെ V2 എന്നാണത്, is equal to del square V1 minus del square V2. അപ്പോൾ ഇത് രണ്ടും 0 ആയതുകൊണ്ട് del square V is equal to 0. അപ്പോൾ അതും ലാപ്ലേസസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മളവിടെ ഒരു ഇങ്ങനൊരു ഫംഗ്ഷൻ, അതായത് മോഡ് del V സ്ക്വയർ, അതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഡെറിവേഷൻ പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ എ ഗിവൺ വോളിയം കണ്ടുപിടിക്കാം. ഇൻ്റഗ്രൽ ഓവർ വോളിയം മോഡ് del V ഹോൾ സ്ക്വയർ ഡിറ്റോ. അപ്പോൾ ഈ del V എന്നുള്ള del V ഡോട്ട് del V ഇൻ്റഗ്രൽ ഓവർ വോളിയം ഡിറ്റോ എന്ന് എഴുതാം. ഇനി നമുക്ക് വെക്ടർ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം, del ഡോട്ട് V del V എന്ന് പറയുന്നത് സ്കെലറാണ്, del V ഒരു വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡൈവർജൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, V ഡോട്ട് del സ്ക്വയർ V പ്ലസ് del V ഡോട്ട് del V. ഈ del സ്ക്വയർ V നമ്മൾ കണ്ടു 0 ആണ്. അപ്പോൾ ബാക്കി എന്താ വരുള്ളൂ, നമുക്ക് കിട്ടും del ഡോട്ട് V del V is equal to del V ഡോട്ട് del V. അങ്ങനെ വരും, del V ഡോട്ട് del V is equal to നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ ഇവിടുത്തെ ഈ del V ഡോട്ട് del V എന്നുള്ള ഇതിന് പകരം del ഡോട്ട് V del V എന്ന് എഴുതാം, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഗോസ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിറ്റോ വോളിയം ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രലായി മാറും, V del V ഇൻറ്റു DS ആവും. സർഫസ് ഇൻ്റഗ്രൽ V ഡോ V ബൈ ഡോ S DS അങ്ങനെ മാറും. ഇനി നമുക്ക് ബൗണ്ടറീസിൽ, നമ്മുടെ തന്നിരിക്കുന്ന റീജിയൻ്റെ ബൗണ്ടറീസിൽ ആണ് നമുക്കറിയാം മറ്റേ എക്സ്ട്രീമത്തിൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം ആണ് ഉണ്ടാവുകയെന്നറിയാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സർഫസിലെ കേസുകളിൽ V എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് മിനിമം ആണെന്ന് കൺസിഡർ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലും പറയാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ V is specified on the surface എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, അവിടെ കൃത്യമായിട്ട് ഒരൊറ്റ വാല്യൂ ഉണ്ടെന്ന് പറയാം. സർഫസിൽ V എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ആണെങ്കിൽ സർഫസിൽ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ബൗണ്ടറീസിൽ ഒരൊറ്റ വാല്യൂ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ V1 ഉം V2 എന്തായിരിക്കും, എല്ലാം സെയിം ആയിരിക്കും, V1 വിൽ ബി ഈക്വൽ ടു V2 ആയിരിക്കും. അതുകൊണ്ട് V1 is equal to V2 ആകുമ്പോൾ സർഫസിൽ V is equal to 0 ആകും. അപ്പോൾ നമുക്ക് പറയാം V is equal to 0 ആണ്. അപ്പോൾ എന്തുണ്ടാവും, ഈ ഇൻ്റഗ്രൽ ഇവിടെ ഈ V 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ 0 ആകും. ഇൻ്റഗ്രൽ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ഈ LHS 0 ആകും. LHS 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്, ഇത് 0 ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, del V എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കും. del V is equal to 0 means del of V1 minus V2 is equal to 0. സോ ഇൻ്റഗ്രേറ്റിംഗ് V1 minus V2 is a constant കിട്ടും. അത് നമുക്കറിയാം ഓൺ ദ സർഫസ് നമ്മൾ നേരത്തെ പറഞ്ഞു V1 ഉം V2 സെയിം ആണെന്ന്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, V1 is equal to V2 എന്നെഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് കോൺസ്റ്റൻറ്റ് 0 ആണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും,
അത് സർഫസിലെ കേസിലാണ് v1 ഈക്വൽ ടു v2, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 0. സോ v1 മൈനസ് v2 ഈസ് ഈക്വൽ ടു 0 ഓർ v1 ഈസ് ഈക്വൽ ടു v2. That is it is